കാണുന്ന പോലെ തന്നെ നല്ല തിരക്കാണ്. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണുള്ളത്. പുറകോട്ട് നോക്കിയാൽ തന്നെ കാണാം ഭയങ്കര തിരക്ക്. കച്ചവടക്കാരും പൊങ്കാലയിടാൻ വരുന്നവരും എല്ലാം ആയിട്ട് നല്ല നല്ല തിരക്കാണ്. രാഹുൽ, എങ്ങനെയുണ്ട് ഇപ്പൊ നോക്കിയിട്ട് എന്താ തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നി ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. കാരണം പത്മനാഭനുണ്ട് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുന്നത്. പത്മനാഭന്റെ തൊട്ട് മുന്നിൽ അഭിമുഖമായി പൊങ്കാല ഇടുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം സ്പെഷ്യലാണ് എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ ഇവിടെ ഈ സ്ഥലം ലഭിച്ചവർക്കെല്ലാം വലിയ സന്തോഷമായിരിക്കും എന്നുള്ളതുണ്ട്. കാരണം ഒന്നാലോചിച്ച് നോക്കിയേ, ഇപ്പോൾ നമ്മൾ പൊങ്കാല ഇടാൻ വരികയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഏറ്റവും ആദ്യം ആകർഷിക്കുക. ഇതൊരു നല്ല സ്ഥലം തന്നെയാണ് എന്നുള്ളതാണ്. എന്നാലും ഇവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം ഉണ്ടോ, അതുള്ളതാണോ എന്ന് അറിയാൻ കഴിയും. കുറേയധികം ആളുകൾ രാവിലെ മുതൽ തന്നെ വലിയ സജ്ജമായി നിൽക്കുകയാണ്. കുട്ടികളുണ്ട്. ഞാനിവിടെ ചെമ്പഴന്തിന്നാ. ഞാൻ ചാനലില്ല അമൃത ടിവിയിൽ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ആളാ. ആണോ? അത് കുഴപ്പമില്ല, നമ്മളൊക്കെ സഹോദര സ്ഥാപനങ്ങളല്ലേ. ഈ ഒരു സ്ഥലത്ത് പൊങ്കാല ഇടാൻ കിട്ടിയ സന്തോഷമാണോ ഇവിടെ? സന്തോഷം. എല്ലാ വർഷവും ഞാൻ ഇവിടെ ഇടുന്നത്. ആണോ? എല്ലാ വർഷവും ഇവിടെ ആണല്ലേ. നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. എവിടുന്നാ? കണ്ണൂരിന്നോ? എന്നെത്തി? വന്നിനി ആണല്ലേ. ഇവിടെ ഈ വന്നിനി എന്നൊക്കെ പറഞ്ഞ ആൾക്ക് മനസ്സിലായോ? കണ്ണൂരിന്നാണ്. കണ്ണൂർ ഭാഷയിലൊന്ന് പറഞ്ഞേ, എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? വേറെ എവിടെയൊക്കെ പോയി? കന്യാകുമാരി പോയി. അമ്മയെ കണ്ടോ? ആദ്യമായിട്ട് ബാഗ് പോയോ? അയ്യോ, അവർക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബാഗൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. ആദ്യത്തെ തവണയാണോ? അമ്മ സാധിച്ചു തരും. ഇത്രയും പേര് പൊങ്കാല. ഇപ്പൊ പത്മനാഭന്റെ നടയിൽ പൊങ്കാല ഇടാൻ കഴിഞ്ഞതിൽ എന്താ തോന്നുന്നത്? പത്മനാഭന്റെ നടയിൽ തന്നെ പൊങ്കാല ഇടലേ. കഴിഞ്ഞ വർഷമൊക്കെ എവിടെ ഇട്ടാ? കഴിഞ്ഞ വർഷം അപ്പുറത്തെ ഭാഗം. എല്ലാവരും കണ്ണൂരിനാ? അമ്മ എത്രാമത്തെ വർഷം? കന്യാകുമാരി നേട്ടപ്പോൾ ഒരു കൗതുകമായി കേട്ടോ. കാരണം നമ്മള് അങ്ങനെ 3 ക്ഷേത്രങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കന്യാകുമാരി പ്ലാൻ എങ്ങനെ വന്നതാ? കന്യാകുമാരി അമ്മനെ കണ്ടിട്ടേ. കന്യാകുമാരി അമ്മയെ കണ്ടിട്ടേ തുടങ്ങത്തുള്ളു. മൊത്തത്തിൽ ഒരു ടൂറായിരുന്നു. എന്താ സ്പെഷ്യലായിട്ട് എന്തുകൊണ്ട് അമ്മയ്ക്ക്? പാട്ടോ എന്തെങ്കിലും ഉണ്ടോ? കണ്ണൂരിലൊരു പാട്ടെല്ലാവരോടും പാടും. ഹിമയ്ക്കറിയോ? അതായത് ഈ തിരുവനന്തപുരത്തേക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരു വരവിൽ ഒരുപാട് കാഴ്ചകളും കണ്ടാണ് അധികം പേരും മടങ്ങുന്നത്. പിന്നെ ഒന്ന്, ഇനിയും അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ചേർന്നൊരു നല്ല സമയം ചെലവിടുക എന്നതുകൂടി ഈ പൊങ്കാലയുടെ മറ്റൊരു മുഖമാണ്, സന്തോഷമുള്ള മുഖം. അതെ, ഒരു ഒത്തൊരുമയുടെ കാഴ്ച കൂടിയായി മാറുന്ന ഒരു പൊങ്കാല നിമിഷമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഓരോ വർഷവും അതെ, ഒരാൾ വരുന്നു, പിറ്റത്തെ വർഷം നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ ആ കഥ പറയുന്നു, അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അവരടുത്ത വർഷം ഒരു ടീമായി പിന്നെ ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ടായിരിക്കും നേരെ ഇങ്ങോട്ട് വരിക.